ക്രിസ്തുമസൊക്കെ ഇല്ലേ, അപ്പം ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം. അപ്പം അതിനുവേണ്ടി എല്ലാം ഞാൻ മിക്സിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്, അത് ആദ്യം അടിച്ച് തരാം. അപ്പോൾ അടിച്ചു കൊണ്ടുവന്നതാണത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്നുകൂടി മുട്ട അടിച്ച പോലെ അത്ര പതപ്പിക്കേണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അത് കൊണ്ടുവന്നതിന് ശേഷം നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്ക് അത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാനിടുന്നത് ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അത് പൊടിച്ചതൊന്ന് ജസ്റ്റ് അതിൽ ചേർക്കാം. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് മൈദയാണ്, ഗ്ലാസ് കൊണ്ടാണ് കേട്ടോ എൻ്റെ അളവൊക്കെ. 1 ഗ്ലാസ് മൈദ, 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ 1 ടേബിൾ സ്പൂണുള്ളൂ കേട്ടോ. പിന്നെ 1 സ്പൂണ് ബേക്കിംഗ് പൗഡറും, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും, ഒരു നുള്ളുപ്പും, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ, 2 ടീസ്പൂൺ കേട്ടോ. ടേബിൾ സ്പൂണ്, അതാ 2 ടേബിൾ സ്പൂണുള്ളത്. 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ടിട്ട് നന്നായി ഈ സ്പൂൺ കൊണ്ട് തന്നെ ആ അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് അരിച്ചെടുക്കുക. ഞാൻ ഒരു വട്ടം അരിക്കുന്നുള്ളൂ കേട്ടോ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ അരിച്ചാൽ മതി, നമ്മൾ എല്ലായിടത്തും ഇളക്കി കൊടുത്ത് അരിക്കുക. അപ്പോൾ അതൊക്കെ എല്ലായിടത്തും ചേർന്നോളും. പിന്നെ കട്ടകളൊക്കെ ഉടച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ 3 വട്ടം അരിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ അരിക്കുന്നവർക്ക് അരിക്കാം. പക്ഷെ ഞാൻ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യാറ്, എൻ്റെ കേക്കിനൊന്നും കുഴപ്പമുണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെ അരിച്ച് വല്ല കട്ടകളുണ്ടെങ്കിൽ മാറ്റാം. പിന്നെ അതൊക്കെ ഒന്ന് സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് അതാണ്ട് യോജിപ്പിച്ചെടുക്കാം. വളരെ നല്ല ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഇതൊന്ന് യോജിപ്പിച്ച് നമുക്ക്, അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ നമ്മുടെ കേക്ക് ട്രേ ഒക്കെ ഓയിൽ പരട്ടി ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ ഞാൻ ഗ്യാസ് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പോണി വെച്ച് അതിലൊരു റിങ് വെച്ച് കൊടുത്തിട്ട് ഞാനൊരു 10 മിനിറ്റായിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി ഈ കേക്ക് ട്രേ ഇറക്കി വെച്ചിട്ട് ലോ ടു മീഡിയത്തിലിട്ടിട്ട് നമുക്കത് ആക്കിയെടുക്കാം കേട്ടോ. ഒരു 35 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡിയാവും കേട്ടോ. ഇതൊന്ന് തട്ടി കൊടുക്കാം, ഇതിൽ വല്ല എയറൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ. ഇത് വേണമെങ്കിൽ ഒന്ന് ഇതുമായിട്ട് കുത്തിയൊക്കെ കൊടുക്കാം കേട്ടോ. ഞാനതൊന്നും ചെയ്യാറില്ല, തട്ടി കൊടുത്ത് അങ്ങനെ റിങ് വെച്ചിട്ടുണ്ട്. ഞാനത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ട്രേ ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മൂടി വെച്ചിട്ട് എയറൊന്നും പോവാതെ നമ്മളിങ്ങനെ അടച്ച് വയ്ക്കുക. അതിൻ്റെ മീതെ വെയിറ്റൊക്കെ വയ്ക്കണമെങ്കിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്നും വെച്ചിട്ടില്ല, നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അപ്പോൾ അത് ഞാൻ മിക്സിയിലാണ് ഉണ്ടാക്കിയത്, അതായി വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കത് ലെയറാക്കി ഇടണതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കേക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.